ഹലോ, ഞാൻ കുറച്ച് ചിക്കൻ നന്നാക്കിയിരുന്നു. അപ്പോൾ ആമീനെ സഹായിക്കാൻ വന്ന കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ആമി എനിക്ക് ഇന്നൊരു പുതിയ ഐഡിയ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഐഡിയ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാം. അതിനു വേണ്ടി വന്നതാണ് ഞങ്ങൾ. അല്ല ആമീൻ്റെ കണ്ടുപിടുത്തം കേട്ടോ. എന്താ വെച്ചാൽ അപ്പോൾ ആമിക്ക് ഇന്നത്തേക്ക് ഇപ്പോൾ മൂന്നാമത്തെ ദിവസം പനി. മെനയാന്ന് വൈകുന്നേരം പെട്ടെന്നൊരു പനി വന്നിട്ടോ ആമിക്ക്. അപ്പോൾ രാത്രിക്ക് ഞാൻ മരുന്നൊക്കെ കൊടുത്തു. ഇവിടെ ഉള്ള മരുന്ന് സ്റ്റോക്കുള്ളത് ആമിക്ക് എടുത്ത് കൊടുത്തു. അപ്പോൾ പനി കുറഞ്ഞു. പിന്നെ രാവിലെ ആയപ്പോൾ പിന്നെയും പനി. അപ്പോൾ ഇന്നലെ എന്ത് ചെയ്ത് ഞങ്ങൾ ഡോക്ടറെ കാണിക്കാൻ പോയി. ഞാനും ആമിയും അദ്വിയും കൂടെ പോയിട്ടോ ഡോക്ടറെ കാണിച്ച്. അപ്പോൾ മരുന്നൊക്കെ തന്നു. അങ്ങനെ വീട്ടിലെത്തിയപ്പോഴാണ് ആമി എനിക്ക് ആ ഐഡിയ പറഞ്ഞു തന്നത്. പുതിയ കണ്ടുപിടുത്തമാണ്. ആമിയാണ് കണ്ടുപിടിച്ചത്. ആമി, അതായത് നമ്മൾക്ക് അസുഖം വന്നു കഴിഞ്ഞാലും മരുന്ന് കുടിക്കില്ലേ ചെയ്യുക. മരുന്ന് കുടിച്ചാലല്ലേ അത് അസുഖം മാറുക. അപ്പോൾ പനിയായാലും ജലദോഷമായാലും എന്തായാലും കുടിച്ചാലാണല്ലോ മാറുക. അപ്പോൾ ആമീൻ്റെ കണ്ടുപിടുത്തം എന്താണെന്ന് വെച്ചാൽ അത് കുടിക്കേണ്ട ആവശ്യമില്ല. ആ ഗുളിക എടുത്തിട്ട് എന്താ പറയുക, ഒന്ന് പുറത്തേക്ക് നിൽക്കുക, ഗ്ലാസ്സിൽ വെള്ളം കൊടുക്കുക, ഗുളിക കൊടുക്കുക, എന്നിട്ട് പുറത്തേക്ക് നിന്നിട്ട് കാലുകൊണ്ട് ചവിട്ടി പൊട്ടിച്ചിട്ട് നമ്മളെ കണ്ടത്തേക്ക് അങ്ങോട്ട് എറിയുക. അങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാൽ അസുഖം മാറും. അപ്പം രാവിലെയും ഉച്ചയ്ക്കും രാത്രിയുള്ളത് എറിഞ്ഞുണ്ടാവില്ല മോളെ. രാവിലത്തെ മാത്രം കഴിച്ച് ഉച്ചയ്ക്കും രാത്രിയുള്ളത് എറിഞ്ഞു. അപ്പം അങ്ങനെ അസുഖം മാറുമെന്ന് ആമി തെളിയിച്ചു തന്നു. പക്ഷേ ആ രഹസ്യം ഇന്ന് രാവിലെയാണ് ഇവിടെ എല്ലാവർക്കും മനസ്സിലായത്. അതായത് അമ്മയാണ് ഇപ്പോൾ അത് കണ്ടുപിടിച്ചത്. അമ്മയ്ക്ക് ചെറിയ സംശയം തോന്നി. അപ്പോൾ അമ്മ ഗുളിക കഴിച്ചോ എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞതല്ല, അമ്മ കണ്ടുപിടിച്ചതാണ്. കണ്ടെത്തിക്ക് നോക്കിയപ്പം പൊടിഞ്ഞ് കിടക്കണ ഗുളിക കണ്ടത്. അപ്പോൾ അങ്ങനെയും പനിയൊക്കെ മാറുമെന്ന് ആമി തെളിയിച്ച് തന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ. പിന്നെ ഇതേപോലത്തെ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാലും അസുഖം മാറുന്നു. എന്തായാലും ഇപ്പോൾ പനി മാറി. ഇന്ന് രാവിലെ രണ്ടാമതൊന്നും കൂടെ ഗുളിക കഴിപ്പിച്ചു. നല്ല അങ്കയായിരുന്നു ഇവിടെ, പപ്പയും മോളും തമ്മിൽ. എന്നാലും വേണ്ടിയില്ല, ഗുളികയൊക്കെ കഴിച്ച് നല്ല കുട്ടിയായോളൂ. അപ്പോൾ ഇങ്ങനെയൊന്നും ആരും ചെയ്യരുതേ. ആമി ചീത്ത കുട്ടിയായിരുന്നു. അപ്പോൾ ആമീനെ ഞാൻ നന്നാക്കി എടുത്ത് ആമിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അസുഖം വന്നാൽ എന്തായാലും ഗുളിക കഴിക്കണം. അല്ല ആമി? എന്നാൽ ശരി, ബൈ ബൈ പറഞ്ഞു. അപ്പോൾ ബൈ ബൈ.